വെൽക്കം. ഞാൻ കൃഷ്ലിജേഷ്. ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസിൽ ചാർട്ട്സ് എന്താണ്, ഒരു ചാർട്ട് എങ്ങനെ ഒരു ചാർട്ട് വരയ്ക്കാം, ചാർട്ടിന്റെ ടൈപ്സ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഡിസ്ക്ലെയിമർ: ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചാർട്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു. ചാർട്ട് ഈസ് എവറിത്തിങ് ഫോർ ദ ട്രേഡർ എന്നാണ് പറയുക. ചാർട്ട് ഈസ് ദ വിഷ്വൽ പ്രസന്റേഷൻ ഓഫ് ദ പ്രൈസ്, ഈസി ടു ഐഡന്റിഫൈ മൂവ്മെന്റ് ആൻഡ് പാറ്റേൺസ്. അതിന്റെ മൂവ്മെന്റ്സും പാറ്റേൺസും ഒക്കെ ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അനാലിസിസ് മെത്തേഡ് അല്ലെങ്കിൽ അനാലിസിസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ചാർട്ട്. ചാർട്ട് വരയ്ക്കുന്നത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രൈസും ചേർത്തിട്ടാണ്. അപ്പോൾ ചാർട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൈസ് ആൻഡ് ടൈം. അതായത് പ്രൈസിന്റെയും ടൈമിന്റെയും ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രൈസിന്റെയും ടൈമിന്റെയും ഒരു പ്ലോട്ട്, അതാണ് ചാർട്ട്. ബേസിക് ചാർട്ട് മൂന്നെണ്ണമാണുള്ളത്. ഒന്ന് ലൈൻ ചാർട്ട്, ഒന്ന് ബാർ ചാർട്ട്, ഒന്ന് ക്യാൻഡിൽ ചാർട്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ചാർട്ട് റിവ്യൂ ചെയ്യുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ലൈൻ ചാർട്ട്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രൈസും ചേർത്ത് വരയ്ക്കുന്നത് നമ്മൾ ചാർട്ട് എന്ന് പറയുന്നു. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ലൈൻ ഓഫ് ക്ലോസിംഗ് പ്രൈസസ്. അതായത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രൈസും വെച്ചിട്ട് ക്ലോസിംഗ് മാത്രം വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ചാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ചാർട്ട്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു എക്സൽ ചാർട്ടിൽ ഞാനിത് വരച്ച് കാണിച്ചു തരാം. ഇത് ബജാജ് ഫിൻസർവിന്റെ ഡാറ്റയാണ്. 26 ഓഗസ്റ്റ് 2024 മുതൽ 23 സെപ്റ്റംബർ 2024 വരെയുള്ള നിയർ ബൈ ഒരു മാസത്തെ, ഒരു 21 ദിവസത്തെ ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ നമ്മൾ പറഞ്ഞു ഒരു എക്സലിൽ ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ പോലും അത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ചാർട്ടിലേക്ക് വരുന്നത്? അപ്പോൾ ഇതിലെ ക്ലോസിംഗ് പ്രൈസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചാർട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ, ക്ലോസിംഗ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ ചാർട്ടാണ്. നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ വരയ്ക്കാം. ഇനി നമുക്ക് ഡേറ്റ് എടുത്തു, ദെൻ ഞാൻ ക്ലോസ് എടുത്തു, ഡേറ്റും ക്ലോസും കൂടി ചേർത്തിട്ട് ഞാൻ ഇൻസേർട്ടിൽ ചാർട്ട് എടുത്തു. അപ്പോഴെനിക്ക് കാണാം, കണ്ടോ, ചാർട്ട്. എക്സ് ആക്സിസിൽ ടൈം എന്ന് പറഞ്ഞ ഡേറ്റ്, വൈ ആക്സിസിൽ പ്രൈസ്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രൈസും ക്ലോസിംഗ് മാത്രം, ഓരോ ദിവസത്തെയും ക്ലോസിംഗ് മാത്രം വെച്ച് അത് ചേർത്ത് വരയ്ക്കുന്ന ഈ ചാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ചാർട്ട്. അപ്പൊ നമ്മളിപ്പോ ഡാറ്റ വെച്ചിട്ട്, ബജാജ് ഫിൻസറിന്റെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ലൈൻ ചാർട്ട് വരച്ചു. ലൈൻ ചാർട്ടിൽ ക്ലോസിംഗ് പ്രൈസ് മാത്രമേ ഉണ്ടാവൂ. ഇനി നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് ബാർ ചാർട്ടും ക്യാൻഡിൽ ചാർട്ടാണ്. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. സിമ്പിൾ ആണ്. ഇത്ര സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് ആരും ചാർട്ട് വരപ്പിക്കില്ല. നമുക്ക് നോക്കാം. ഒരു സ്റ്റോക്ക് അത് 100-ൽ ഓപ്പൺ ചെയ്തു, അത് 200 വരെ ഹൈ പോയി, ഏതാണ്ട് 50 വരെ ലോ വന്നു, എന്നിട്ട് അതൊരു 150-ൽ ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ദിവസത്തിലത്തെ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ്. അപ്പോൾ ഈ ദിവസത്തെ കംപ്ലീറ്റ് മൂവ്മെന്റിനെ നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ ഷേപ്പാക്കി വരയ്ക്കുക. ലൈക്ക് നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിതൊരു വെള്ളം കയറുന്ന പൈപ്പ് എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ വെള്ളം കയറിയത് എത്രയല്ല, 100-ല് അല്ലേ? എന്നിട്ട് ഹൈറ്റ് എത്ര വരെ പോയി? വെള്ളം 200 വരെ പോയി. എന്നിട്ട് ഇത് എത്ര താഴെ വന്നു? 50 വരെ വന്നല്ലേ? എന്നിട്ട് ഈ ലാസ്റ്റ് വെള്ളം എത്ര കൂടെ പുറത്തേക്ക് പോയത്? 150 കൂടെയാണ് പുറത്തേക്ക് പോയത്. അപ്പൊ വെള്ളം കയറിയത് 100-ല്, ഏറ്റവും ഹൈറ്റ് പോയത് 200-ല്, ഏറ്റവും ലോ വന്നത് 50, എന്നിട്ട് ഈ വെള്ളം പുറത്തേക്ക് പോയത് ഏത് കൂടെയാ? 150 കൂടെ. അപ്പൊ താഴേന്ന് മുകളിലേക്കാണ് വെള്ളം കയറിപ്പോയതല്ലേ? അപ്പൊ താഴേന്ന് മുകളിലേക്ക് പോയി, അതായത് മുകളിലേക്ക് ലാഭത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഇതേ ഷേപ്പിനെ നമ്മൾ പച്ച കളറിൽ വരയ്ക്കുന്നു. ഇതാണ് ബാർ ചാർട്ട്. അപ്പൊ ഈ ബാർ ചാർട്ടിന്റെ ഇടതുഭാഗത്തെ വരെയാണ് ബാർ ചാർട്ടിന്റെ ഓപ്പണിംഗ്, വലതുഭാഗത്തെ വരെയാണ് ബാർ ചാർട്ടിന്റെ ക്ലോസിംഗ്, ഹൈ ലോ. മനസ്സിലായോ? ഇതാണ് ബാർ ചാർട്ട്. ഇത്രയേ ഉള്ളൂ.
മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തു, എത്ര ഹൈ വന്നു, എത്ര ലോ വന്നു, എത്രയിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഇപ്പൊ ഈ രൂപം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ ഓപ്പണും ക്ലോസും കൂടി നമ്മൾ ചേർത്ത് വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ക്യാൻഡിൽ ചാർട്ട്. മനസ്സിലായോ? അത് ബാർ ചാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്ങും റൈറ്റ് സൈഡിൽ ക്ലോസിങ്ങും. ഓക്കെ, ക്യാൻഡിൽ ചാർട്ടില് ഓപ്പൺ താഴെ, ക്ലോസ് മുകളിൽ. റൈറ്റ്, മനസ്സിലായോ? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ, കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അടുത്തൊരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് 150, അത് ഹൈ 200 വരെ പോയി, ലോ 50 വരെ പോയി, എന്നിട്ട് അത് ക്ലോസ് ചെയ്തത് 100. ഓക്കെ, നമ്മൾ പറഞ്ഞു വെള്ളം പൈപ്പിൽ കയറുന്ന കൺസെപ്റ്റ്. 150 കയറി, ഹൈ 200 വരെ പോയി, ലോ 50 വരെ വന്നു, എന്നിട്ട് വെള്ളം പുറത്തേക്ക് പോയത് 100 കൂടെ. അപ്പൊ 150 കയറി 100 കൂടെ പോയത്, അതായത് താഴേക്കാണ് പോയത് വെള്ളം. അപ്പൊ നമ്മൾ ഈ ഒരു രൂപത്തിനെ നമ്മൾ ചുവപ്പ് രൂപത്തിൽ വരച്ചു. ഇതാണ് റെഡ് ബാർ ചാർട്ട്. അപ്പൊ ഇത് റെഡ് കളർ കണ്ടാൽ തന്നെ അറിയാം ഇത് എങ്ങോട്ടാ പോയിരിക്കുന്നത്. പ്രൈസ് മുകളിൽ നിന്ന് വന്നിട്ട് താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പണും ക്ലോസും കൂടി ചേർത്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ക്യാൻഡിൽ ചാർട്ട് കിട്ടി. അപ്പൊ ഗ്രീൻ കളറിലുള്ള ക്യാൻഡിൽ ചാർട്ട് അല്ലെങ്കിൽ ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഓപ്പണിങ്ങിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. റെഡ് കളറിലുള്ള ബാർ ചാർട്ട് അല്ലെങ്കിൽ ക്യാൻഡിൽ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കണ്ട എക്സാമ്പിളിൽ 150 ഓപ്പൺ ചെയ്തത്, എത്രയിലാണ് ക്ലോസ് ചെയ്തത്? ഇന്ന് 100 ക്ലോസ് ചെയ്തത്, അതായത് താഴത്തേക്കാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ സാധാരണ നമ്മൾ ന്യൂസിലത്തൊക്കെ ഭാഷയെ പറഞ്ഞാൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റോക്കിന്റെ ഒരു എക്സാമ്പിൾ വരച്ച സംഭവം സെറ്റ് ഔട്ടാണ്. വിപ്രോ 12 ഒക്ടോബർ 2021 ഓപ്പൺ ചെയ്തത് 652, ഹൈ പോയത് 662.40, ലോ വന്നത് 642.55, ക്ലോസ് ചെയ്തത് 659.50. നോക്കാം. അപ്പൊ വെള്ളം കയറിയത് എത്രയല്ല? 652. എത്ര വരെ ഹൈ പോയി? 662.40. ലോ എത്ര വരെ പോയി? 642.55. ഏത് കൂടെ വെള്ളം പുറത്തേക്ക് പോയത്? 659.50. അപ്പൊ 652 നിന്നും വെള്ളം കയറിയിട്ട് 659.50. അപ്പൊ ഓപ്പൺ ചെയ്തത് 652, ക്ലോസ് ചെയ്തത് 659.50. അപ്പൊ മുകളിലേക്ക് പച്ച കളർ നമ്മൾ കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ബാർ ചാർട്ട്. ഇതിന്റെ ഓപ്പണും ക്ലോസും കൂടി ചേർത്ത് നമ്മൾ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ക്യാൻഡിൽ ചാർട്ട്. റൈറ്റ്. അപ്പൊ ഇത് കണ്ടാൽ നമുക്കറിയാം എത്രയിൽ ഓപ്പൺ ചെയ്തു, എത്രയിൽ ക്ലോസ് ചെയ്തു, എത്ര വരെ ഹൈ പോയി, എത്ര വരെ ലോ പോയി. ഓക്കെ, ഇനി നമുക്ക് ഭാരതി എയർടെലിന്റെ തന്നെ 12 ഒക്ടോബർ 2021 ഒരു ചാർട്ട് വരയ്ക്കാം. ഓപ്പൺ 690, ഹൈ 698.40, ലോ 684.20, ക്ലോസ് ചെയ്തത് 686. ഓക്കെ, അപ്പൊ വെള്ളം പൈപ്പിന്റെ ഉള്ളിലേക്ക് കയറിയത് 691, ഹൈ 698.40 വരെ പോയി, ലോ 642.20 വരെ വന്നു, എന്നിട്ട് 686 വെള്ളം പുറത്തേക്ക് വന്നത്. അപ്പോൾ വെള്ളം 691 കയറി 686 പുറത്തേക്ക് താഴേക്ക് പോയി. അപ്പൊ ഈ ഷേപ്പിനെ നമ്മൾ റെഡ് കളറിൽ വരയ്ക്കും. ഇതാണ് ഭാരതി എയർടെലിന്റെ 12 ഒക്ടോബർ 2021 ബാർ ചാർട്ട്. അപ്പൊ ഇതിന്റെ ഓപ്പണും ക്ലോസും കൂടെ ചേർത്ത് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ക്യാൻഡിൽ ചാർട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റെഡ് കളർ. അപ്പൊ മാർക്കറ്റ് താഴ്ത്തിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഹൈ എത്ര വരെ പോയി? 698.40, ലോ എത്ര വരെ വന്നു? 684.20. ആ റെഡ് കളറിന്റെ മുകളിലെ തുടക്കം 691, താഴെ 686 ക്ലോസിങ്. റൈറ്റ്, മനസ്സിലായോ? ITC ലിമിറ്റഡിന്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്തത് 253.25, ഹൈ 261.85, ലോ 250.35, ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. അപ്പൊ ഓപ്പണിനേക്കാൾ വലുതാണ് ക്ലോസ്. അപ്പോ ഗ്രീൻ കളർ ബാർ ചാർട്ട്, ഗ്രീൻ കളർ ക്യാൻഡിൽ ചാർട്ട്. ഓക്കെ, ONGCയുടെ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് വരയ്ക്കാം. ഓപ്പൺ ചെയ്തത് 161, ഹൈ പോയത് 161.75, ലോ വന്നത് 158.65, ആൻഡ് ക്ലോസ് ചെയ്തത് 158.75. ഓക്കെ, അപ്പോ പൈപ്പിൽ വെള്ളം കയറിയത് 161, ഹൈറ്റ് എത്ര വരെ പോയി? 61.75 വരെ പോയി, ലോ 58 വരെ വന്നു, എന്നിട്ട് വെള്ളം പുറത്തു വന്നത് ഇത് കൂടെ 158.75. അതായത് 161 നിന്നും വന്ന വെള്ളം 158.75 താഴേക്കാണ് പോയത്, അതായത് നഷ്ടത്തിൽ. റെഡ് കളർ. ഓപ്പണും ക്ലോസും കൂടെ ചേർത്ത് വരച്ചാൽ ക്യാൻഡിൽ ചാർട്ട്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻഡിൽ ചാർട്ട് യൂസിങ് എക്സൽ, അതായത് ചാർട്ട് അല്ല എക്സലിൽ വരുന്ന ഒരു കാൽക്കുലേഷൻ പോലും നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ആണെന്നുള്ളതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, നമുക്ക് എക്സലിലേക്ക് തന്നെ പോവാം. ബജാജ് ഫിൻസർവിന്റെ എക്സൽ ചാർട്ട്. നമ്മളൊരു ലൈൻ ചാർട്ട് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈൻ ചാർട്ടിനെ ഞാനിപ്പോ ഇങ്ങോട്ട് മാറ്റി വെച്ചു.
താഴെ നമ്മൾ ആദ്യം ഡേറ്റ് ഇല്ലാത്ത ലൈൻ ചാർട്ടിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കാണാം, ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം, ഈ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ എക്സലിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ടിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ സ്റ്റോക്ക് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് സാധനം കാണാം. ക്ലിക്ക് ചെയ്തു, കണ്ട ക്യാൻഡിൽ ചാർട്ട് വന്നു, ക്യാൻഡിൽ ചാർട്ട്. അപ്പോ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നതും എക്സൽ അനാലിസിസ് ചെയ്യുന്നതും എല്ലാം ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇവിടെ ആകുമ്പോൾ നമ്മൾ പ്രൈസ് മാത്രമേ കാണുന്നുള്ളൂ, ഇവിടെ ആകുമ്പോൾ പ്രൈസിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2 സ്പേസ് വരുന്നുണ്ട്, അത് നമ്മൾ ഡേറ്റ് വെച്ച് എഴുതിയോണ്ടാണ്. കാരണം അതിന്റെ ഡേറ്റ് ഇടയ്ക്ക് നമുക്ക് ഞായറും ഒക്കെ നമുക്ക് ഒഴിവുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു ശനിയും ഞായറൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡേറ്റ് ഇല്ലാതെ നമുക്ക് ക്യാൻഡിൽസ് വരയ്ക്കാം. കണ്ടോ, ഇപ്പൊ നമുക്ക് നല്ല അടിപൊളി ക്യാൻഡിൽസ് കിട്ടി. കണ്ടോ, ഇതേ ക്യാൻഡിൽസ് തന്നെയാണ് നമുക്ക് നമ്മളുടെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ കാണുന്നത്. കണ്ടോ, ഈ വാല്യൂസിനെ ഓപ്പൺ, ഹൈലോ, ക്ലോസ് വരച്ചതാണ് നമ്മളുടെ ചാർട്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ 3 രീതിയിലുള്ള ചാർട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ലൈൻ ചാർട്ട്, ഒന്ന് ബാർ ചാർട്ട്, ഒന്ന് ക്യാൻഡിൽ ചാർട്ട്. ഈ 3 ചാർട്ടുകളും നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. നമുക്ക് മനസ്സിലായി ഓപ്പൺ, ഹൈലോ, ക്ലോസ് എവിടെയാണെന്നുള്ളത് നമുക്ക് ചാർട്ട് നോക്കിയാൽ നമുക്ക് വായിക്കാൻ നമ്മൾ പഠിച്ചു. ചാർട്ട് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, ചാർട്ടിന്റെ ഇമോഷൻസ്, ചാർട്ടിന്റെ കൂടുതൽ ബേസിക്സ് എല്ലാം നമുക്ക് പ്രീമിയം കോഴ്സാണ്. കോഴ്സിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഒരു ചാർട്ടിൽ ക്യാൻഡിൽസ് എങ്ങനെ റീഡ് ചെയ്യണം, ഒരു ക്യാൻഡിൽ വരുമ്പോൾ അടുത്ത ക്യാൻഡിലിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ക്യാൻഡിലിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിക്സ് നമ്മൾ പ്രീമിയം കോഴ്സസ് ഉണ്ട്. പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് കോഴ്സസ് എല്ലാം ഉണ്ട്. നമ്മൾ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള കണ്ടന്റുകൾ നമുക്ക് കൊണ്ടുവരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടാ. ഓക്കെ, അപ്പൊ ഈ ചാർട്ട് വരച്ചത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ചാർട്ട് വരയ്ക്കാൻ പഠിച്ചു, ഓക്കെ, നിങ്ങൾക്ക് ഇതൊരു പ്രീമിയം കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഫീ പേ ചെയ്യാം. അപ്പോൾ നമ്മൾ ചാർട്ട് ഡ്രോ ചെയ്യാൻ പഠിച്ചു. പ്രൈസ് കാൽക്കുലേഷന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചാർട്ട് ഡ്രോ ചെയ്തു. നമുക്ക് ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്, താങ്ക് യു.